പിന്നീട് നിലപാട് മാറ്റി. 7:30 വരെ ഹോട്ടലിൽ തുടർന്നാണ് പാക് ടീം നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. ഒടുവിൽ പാക് ടീമിനോട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടെന്ന് PCB അധ്യക്ഷൻ മൊഹ്സിൻ നഖ്വി ട്വീറ്റ് ചെയ്തു. മത്സരം വൈകി ആരംഭിക്കാനാണ് നീക്കം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പാക് താരങ്ങളുടെ നാടകം പൊളിഞ്ഞോ? ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികൾ ചേരും. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ഞാൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം എൽദോ, വളരെ നാടകീയ രംഗങ്ങളായിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ടീം സ്റ്റേഡിയത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. കളി നടക്കുമോ? ടോസ് 8:30 ഉണ്ടാകും എന്ന വിവരങ്ങളുണ്ട്. കളി നടക്കുമെന്ന കാര്യത്തിൽ എത്രത്തോളം ഉറപ്പുണ്ട്? രേണുക, പാകിസ്ഥാൻ ടീം ഇതാ ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞു. ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് പാകിസ്ഥാൻ ടീം അംഗങ്ങൾ എത്തി. പാക് താരങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ബാഗുമായി ഇപ്പോൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പോവുകയാണ്. മത്സരം നടക്കുമെന്നുള്ളതിൽ വ്യക്തത വന്നു. 7:30-ക്ക് 7:30 ടോസ്, അതായത് ദുബായ് ടൈമിൽ. ഇന്ത്യൻ സമയം 7:30-ക്കാണ് ശരിക്കും നടക്കേണ്ടത്. ഇനി ഇന്ത്യൻ സമയം 8:30-ലേക്ക് കാര്യങ്ങൾ മാറും. 8:30 മണിക്ക് മത്സരത്തിന് ടോസ് ഉണ്ടാകും. 9 മണിക്ക് തന്നെ മത്സരം നടക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ടീം ആഗ്രഹിച്ചത് എന്താണ്? ആൻഡി പൈക്രോഫ്റ്റ് എന്ന ICCയുടെ മാച്ച് റഫറിയെ മാറ്റണം എന്നുള്ളതാണ്. പക്ഷേ ആ നിലപാടിൽ ICC ഉറച്ചു തന്നെയാണ്. ഈ മത്സരവും ഇന്നത്തെ മത്സരവും ആൻഡി പൈക്രോഫ്റ്റ് തന്നെയായിരിക്കും മാച്ച് റഫറി എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന്റെ ആ ആഗ്രഹം ഒരു തരത്തിലും നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ICC എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന്, കൃത്യമായിട്ടുള്ള ശാസന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് നേരിടേണ്ടി വന്നു എന്നുള്ളത് കൂടിയുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ICC ശാസിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഒരു രാജ്യാന്തര മത്സരം 1 മണിക്കൂറോളം തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം. ഒരുപക്ഷെ മഴയോ കാറ്റോ അത്തരം സാഹചര്യങ്ങളിൽ മഴ ഒക്കെ വരുമ്പോൾ മത്സരം നീട്ടിവെക്കുക പതിവാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ ടീം അംഗങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങാതെ ഹോട്ടലിൽ തന്നെ തുടർന്ന നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, അത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സ്വീകരിച്ച ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. അവസാന മിനിറ്റുകളിൽ ഈ സമ്മർദ്ദം കൊണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു, കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. പക്ഷേ അതിന് വിലപ്പോയില്ല ICC എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പൂർണ്ണമായിട്ടുള്ള ശ്രമങ്ങളെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ ICC സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. ഒന്നുകിൽ ഈ മത്സരം കളിക്കുക, അല്ലെങ്കിൽ ബഹിഷ്കരിച്ച് പുറത്തു പോവുക, മറ്റ് നടപടികൾ നേരിടുക എന്നുള്ളത്. പാകിസ്ഥാൻ ഇനിയും നടപടി നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു മത്സരത്തിൽ മുൻ നിശ്ചയിച്ച പ്രകാരം അതിൻ്റെ ട്രാവൽ ഷെഡ്യൂൾ ഉൾപ്പെടെ തന്നെ നേരത്തെ നിശ്ചയിക്കുന്നതാണ്. ആ നിശ്ചയിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് പാകിസ്ഥാൻ ടീമിന് പിഴയോ താക്കീതോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിനു മുകളിലുള്ള ശിക്ഷ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള മൊഹ്സിൻ നഖ്വിയുടെ നീക്കങ്ങളാണ് ഇതിൽ പ്രധാനമെന്ന് തോന്നുന്നു. ഒപ്പം റമീസ് രാജയും അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ മേധാവിയായിട്ട് പോലും അദ്ദേഹം ഇത്തരമൊരു സ്റ്റാൻഡ് എടുത്തത് എന്താണെന്ന് വ്യക്തമാവുന്നില്ല. നഖ്വി ഒരുപക്ഷെ തന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. കാരണം പാകിസ്ഥാൻ മിനിസ്ട്രിയിലെ ഒരു മെമ്പറാണ്, ഒരു മിനിസ്റ്ററാണ് മൊഹ്സിൻ നഖ്വി. അദ്ദേഹത്തിന് ആ ഒരു താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ്. എന്താണ് തൊട്ട് മുമ്പാണ് പാകിസ്ഥാൻ ടീം ഹാസ് അറൈവ്ഡ് അറ്റ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. വൈകിയെങ്കിൽ പോലും പാകിസ്ഥാൻ ടീം ഇതാ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി മത്സരം തുടങ്ങും. അത് 7:30 പാകിസ്ഥാൻ ടീം എത്തുന്നത്, ടോസിന് എത്തേണ്ടതെങ്കിൽ ഇനി അത് ഇന്ത്യൻ സമയം 8:30 മാറും. 9 മണിക്ക് മത്സരം ആരംഭിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പിന്മാറുക, ബഹിഷ്കരിക്കുക എന്നുള്ളതൊന്നും അസാധ്യമായ കാര്യമാണ്. പിന്മാറി എന്നുള്ള വാർത്ത അത് പുറത്തുവിട്ട് തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് ചേർന്നുള്ള വിവരങ്ങളാണ്, സോഴ്സസ് ആണ്. ആ സോഴ്സസ് പുറത്തുവിട്ട വാർത്തയെ വിശ്വസിച്ചാണ് ദേശീയ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ബഹിഷ്കരിച്ചു എന്നുള്ള വിവരം നൽകുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിൽ ഇങ്ങനെ ഒരു നാടകം എന്തിന്? എന്തായാലും പിന്മാറുക അസാധ്യമാണ് എന്ന് എൽദോ തന്നെ സൂചിപ്പിച്ചു. അത് പാകിസ്ഥാൻ ടീമിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് നയിക്കും. ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഷെയർ ലഭിക്കാത്ത സാഹചര്യം, ഇനി മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കാത്ത സാഹചര്യം, അതൊക്കെ സൃഷ്ടിക്കും. അപ്പോൾ പിന്മാറുക സാധ്യമല്ല. അപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന രീതിയിൽ ഒരു നാടകം കളിക്കുകയാണോ പാക് ടീം ചെയ്തത്? അതിന് നഖ്വി ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നു എന്ന് വേണമോ നമ്മൾ കരുതാൻ? ഈ നാടകം അത് ഇന്ത്യയിൽ നിന്നേറ്റ നാണക്കേട്, അത് മറയ്ക്കുക എന്ന് ലക്ഷ്യമിട്ട് മാത്രം നടത്തിയ നാടകം എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? സംശയിക്കേണ്ട, അതിനെ കൃത്യമായിട്ടും രേണുക സൂചിപ്പിച്ച പോലെ തന്നെ നാടകം തന്നെയായിരുന്നു. എന്തിന് സംശയിക്കുന്നു? കാരണം ഈ മത്സരം നടക്കുന്നത് രാത്രി 8 മണിക്ക്, ഇന്ത്യൻ സമയം 8 മണിക്ക്, അല്ലെങ്കിൽ ദുബായ് സമയം
6:30 ആണ് എന്നുള്ളതാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഈ സമയത്തിൽ മത്സരം തുടങ്ങേണ്ട പാകിസ്ഥാൻ എന്തുകൊണ്ട് ഹോട്ടലിൽ നിന്നു? അവർ നാടകം കളിച്ചതിന്റെ ആദ്യ കാര്യം പറയട്ടെ. പാകിസ്ഥാൻ ടീമിന്റെ മുഴുവൻ കിറ്റും തയ്യാറാക്കി പാകിസ്ഥാന്റെ ടീം ബസ്സിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. ടീം ബസ് ഹോട്ടൽ ലോബിക്ക് മുന്നിൽ തയ്യാറായി നിന്നിരുന്നു. ടീം അംഗങ്ങൾ ലോബിയിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നാണ് ടീം അംഗങ്ങളോട് വീണ്ടും ഹോട്ടൽ റൂമുകളിലേക്ക് പോകാൻ പറഞ്ഞത്. അതായത് ഏറ്റവും ഒടുവിലത്തെ സമയത്ത് നടത്തിയ ഒരു സമ്മർദ്ദ നീക്കമായിരുന്നു, നാടകമായിരുന്നു ആ കണ്ടത്. അതിൽ പാകിസ്ഥാന് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പ്രത്യേകിച്ചും അതിൽ ഇന്ത്യയുടെയോ BCCIയുടെയോ പങ്ക് എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റി നിർത്തി. അല്ല, അതിൽ ഒരുപാട് പ്രത്യേകതകൾ ഈ ടെലിവിഷൻ റൈറ്റിലൊക്കെ കോടികൾക്ക് വിറ്റഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത്രയും ടെലിവിഷൻ ഓൺ എയർ ടൈം തന്നെ നഷ്ടമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ നാടകം കളിച്ചത്. എന്തിനായിരുന്നു നാടകം? സാധ്യമല്ല എന്നൊരു സാഹചര്യത്തിലും